അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് കോയമ്പത്തൂരുള്ള ആദിയോഗിക്കൊന്ന് പോയി വന്നാലോ? തൃശ്ശൂർ തൊട്ട് കോയമ്പത്തൂർ വരെ എങ്ങനെ ചിലവ് ചുരുക്കി പോവാമെന്നൊന്ന് കാണാം. കാലത്ത് 8:50 തൊട്ടിട്ടാണ് ട്രെയിനുകൾ വരുന്നത്. അങ്ങനെ 9:40 ബിലാസ്പൂരിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ജനറൽ ടിക്കറ്റിന് ഒരാൾക്ക് 80 രൂപയാണ് വരുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലായിട്ട് ഗാന്ധിപുരം പോകാനുള്ള ബസ്സിൽ ഓട്ടോക്കാർ പലതും പറഞ്ഞിട്ട് നമ്മൾ അതിൽ കയറ്റാൻ നോക്കും കേട്ടോ. നമ്മൾ ആ ഭാഗം മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവർ 150-200 പറയുന്നത്. ബസ്സിൽ ജസ്റ്റ് 10 രൂപയുടെ വഴിയുള്ളൂ. ലേഡീസിനാണെങ്കിൽ ആ 10 രൂപയും കൊടുക്കണ്ട. അത് കഴിഞ്ഞ് ഗാന്ധിപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ 14D എന്ന നമ്പർ വേഗം നോക്കിയിട്ട് ആ ബസ്സിൽ കയറും. ഇത് ബസ്സിൻ്റെ ടൈമിംഗ് ആണ്. ആ ബസ് നേരെ ആദിയോഗിയുടെ മുന്നിൽ കൊണ്ട് ഇറക്കി തരും കേട്ടോ. ആദിയോഗിയിലേക്ക് ഞാൻ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ആയിട്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. വെജ് ബിരിയാണിക്കൊക്കെ ജസ്റ്റ് 50 രൂപയെ വരുന്നുള്ളൂ. പിന്നെ അങ്ങനെ നമ്മുടേതായ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ചായ കുടിക്കാനായിട്ട് ഇറങ്ങാം. ഈ മസാല ചായക്ക് 30 രൂപയാണ് കേട്ടോ വരുന്നത്. പറഞ്ഞ പോലെ ഈ ചായ ആരും മിസ് ചെയ്യരുത്. ചായ മിസ് ചെയ്താലും കപ്പ് മിസ് ചെയ്യരുത്. ചായ കുടിച്ച് കഴിഞ്ഞാൽ കപ്പ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ അവിടെ തന്നെ ബാത്റൂമിൻ്റെ സൈഡിൽ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. വൈകിട്ട് 7-7:30 കൂടിയിട്ടാണ് നമുക്ക് ഈ ലൈറ്റ് ഷോ വരുന്നത് കേട്ടോ. അപ്പോൾ അതും ആരും മിസ് ചെയ്യരുത്. ഈ ലൈറ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങാൻ ശ്രദ്ധിക്കണേ. കാരണം വെച്ചാൽ നല്ല റഷും കാര്യങ്ങളാണ് പോകാൻ നേരത്തെ ഉണ്ടാവുക. തിരിച്ചു വരുമ്പോൾ 14T ബസ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തരും. ഗാന്ധിപുരത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി ഫുഡൊക്കെ കഴിച്ച് 11:40 കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഒരാളുടെ ചാർജ് 65 രൂപ. 3 മണിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ആദിയോഗി യാത്ര എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടോ. അധികം ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു സാധാരണക്കാരന് ഒരു 500 രൂപ ഉണ്ടെങ്കിൽ പോയി വരാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ശിവനെ കാണാമല്ലോ.